അവൻ അവളുടെ അടുത്തേക്ക് നടന്നതും അവൾ പേടിയോടെ പുറകോട്ട് മാറിക്കൊണ്ടിരുന്നു. അവൾ അവൻ്റെ വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖത്തേക്ക് നോക്കി. അത് കാണുന്തോറും അവളുടെ ശരീരം വിറച്ചു. അവൾക്ക് വല്ലാത്ത പേടി തോന്നി. എന്നാൽ അവൻ്റെ കണ്ണുകൾ അവളുടെ നിറഞ്ഞ മിഴികളിൽ മാത്രമായിരുന്നു. എന്തോ ഓർത്തതും അവയെ വകവയ്ക്കാതെ അവൻ അവളിലേക്ക് അടുത്തു. പുറകോട്ട് മാറിക്കൊണ്ടിരുന്ന അവളുടെ ഇടുപ്പിൽ പിടിച്ചു. അവളിൽ നിന്നും ഉയർന്ന നേർത്ത നിലവിളി പുറത്തു വരുന്നതിന് മുൻപേ തന്നെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു. അവൻ അവളുടെ ചുണ്ടുകളെ വാശിയോടെ ചുംബിച്ചു. കാറ്റ് പോലും കടന്നു വരാത്ത വിധം അവളെ വരിഞ്ഞു മുറുക്കി. അവളുടെ മേൽചുണ്ടും കീഴ്ചുണ്ടും അവൻ്റെ വന്യതയിൽ വെന്തുരുകി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആ തുള്ളികൾ അവൻ്റെ കവിളുകളിലേക്കും പടർന്നു. നിസ്സഹായതയോടെ അവൾ കണ്ണുകളെ അടച്ചു പിടിച്ചു. വാശിയോടെ തുടങ്ങിയ അവൻ്റെ ചുംബനം പതിയെ മൃദുലതയിലേക്ക് വഴിമാറി. അവനെ തള്ളിമാറ്റാൻ അവൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നെഞ്ചിലടിച്ചും മറ്റും അവൾ അവനെ എതിർക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളെ എതിർക്കാൻ ശ്രമിക്കും തോറും വീണ്ടും അവൻ്റെ ചുംബനത്തിന് വാശി കൂടി. അവളുടെ കൈകൾക്ക് അവനെ എതിർക്കാനുള്ള ബലം നഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവളെ മോചിപ്പിക്കുമ്പോൾ അവളൊരു പൊട്ടിക്കരച്ചിലോടെ തറയിലേക്ക് ഊർന്നിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നുകൊണ്ട് അവളുടെ കവളിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം മിസ് ദേവാൻഷി. ഇല്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കില്ല ഞാൻ പെരുമാറുന്നത്. എന്നെ ചീത്തയാക്കരുത് നീ. ഇവിടെ ഞാനും നീയും മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മ വേണം. ഇവിടെ എന്ത് നടന്നാലും ആരും ഒന്നും പുറത്തറിയാൻ പോകുന്നില്ല. പറഞ്ഞത് മനസ്സിലായോടി? അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ യാന്ത്രികമായി തലയാട്ടി. ഗുഡ് ഗേൾ. അവൻ അവളുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു. അവൻ ഫോണെടുത്ത് ആർക്കോ കോൾ ചെയ്തു. അവൾ സമ്മതിച്ചിട്ടുണ്ട്. നാളെ തന്നെ വിവാഹത്തിനുള്ള ഏർപ്പാട് ചെയ്യണം. അവൻ ആരെയോ വിളിച്ചു പറഞ്ഞിട്ട് ഫോൺ വെച്ചു. അവൾ ദയനീയമായി അവനെ നോക്കി. അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് വാതിലടച്ചിട്ട് ഇറങ്ങിപ്പോയി. അവൾ മുട്ടുകൾക്കിടയിൽ മുഖമമർത്തി കരഞ്ഞു. എൻ്റെ അച്ഛൻ, അമ്മ, ചേച്ചി, അവരെയൊക്കെ താൻ ചതിക്കാൻ പോവുകയാണ്. അവരൊരിക്കലും ഇതൊന്നും സഹിക്കില്ല, അംഗീകരിക്കില്ല. ഞാൻ എന്ത് ചെയ്യും? ഇവിടുന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒരിക്കലും സാധിക്കില്ലേ? ഇത്രയും നശിച്ചൊരു ജന്മമായിരുന്നോ തൻ്റേത്? ഇന്ന് ജോലിക്കെന്നും പറഞ്ഞിറങ്ങിയ താൻ നാളെ ആരാണെന്ന് പോലും അറിയാത്ത ഒരാളുടെ ഭാര്യയായി മാറുകയാണ്. അയാളുടെ കുഞ്ഞിൻ്റെ അമ്മയാകാൻ പോവുകയാണ്. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് കരഞ്ഞു. കുറച്ചു കഴിഞ്ഞതും വാതിൽ തുറന്നു വരുന്ന ആ ബൂട്ടുകളുടെ ശബ്ദം കേട്ട് അവൾ തലയുയർത്തി നോക്കി. ആ, ഡ്രസ്സ് മാറി ഇതിട്ടോ. പിന്നെ ഈ കവറിൽ നിനക്ക് നാളെ ഉടുക്കാനുള്ള സാരിയാണ്. അവൻ പറഞ്ഞുകൊണ്ട് 2 കവറുകൾ കട്ടിലിലേക്കിട്ടു. എനിക്ക് സാരി ഉടുക്കാൻ അറിയില്ല. അവൾ അവനെ നോക്കാതെ താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നീ ഇതുവരെ സാരി ഉടുത്തിട്ടില്ലേ? അമ്മ ഉടുപ്പിച്ച് തന്നിട്ടുണ്ട്. തനിയെ ഉടുക്കാൻ അറിയില്ല. അതെന്തേലും അറേഞ്ച്മെന്റ് ഞാൻ നാളെ ചെയ്തോളാം, അവൻ കനപ്പിച്ച് പറഞ്ഞു. എന്തിനാ ഇങ്ങനൊക്കെ? എന്നെ തിരികെ കൊണ്ടാക്കുവോ? അവൾ ദയനീയമായി ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ മിസ് ദേവാൻഷി, 2 വർഷം. 2 വർഷത്തേക്ക് മാത്രമുള്ള ഒരു എഗ്രിമെൻ്റാണ് ഈ വിവാഹം. അതിനുശേഷം നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. മര്യാദയ്ക്കാണെങ്കിൽ അതിനിടയിൽ ഞാൻ ഒന്നിനും നിന്റെ അടുത്ത് വരില്ല. അല്ല, ഇന്നത്തെ പോലെ എന്നെ എതിർക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ കുറച്ചു മുൻപേ കിട്ടിയത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. നിനക്കാകെയുള്ള ജോലി എൻ്റെ മകളെ സ്നേഹിക്കുക, സംരക്ഷിക്കുക, അവളുടെ കാര്യങ്ങൾ നോക്കുക. അത് മാത്രമായിരിക്കും. അവളെ സ്കൂളിൽ ചേർക്കാറാകുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞ് നിന്നെ ഒഴിവാക്കിക്കോളാം. പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായല്ലോ? പിന്നെ പോകുമ്പോൾ അത്രയും വർഷം നീ എൻ്റെ മകളെ നോക്കിയതിനുള്ള നല്ലൊരു എമൗണ്ട് ഞാൻ നിനക്ക് തരും. ബാക്കിയുള്ള കാലം നിനക്ക് അതുകൊണ്ട് സന്തോഷത്തോടെ കഴിയാം. അപ്പോൾ എൻ്റെ വീട്ടുകാർ? അവൾ സംശയത്തോടെ ചോദിച്ചു. അപ്പോഴേക്കും അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാം. പിന്നെ പണം കണ്ടാ വീഴാത്തവരുണ്ടോ ദേവാൻഷി? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ ചിരി കണ്ടതും അവൾക്ക് ദേഷ്യം വന്നു. അത് നിങ്ങളുടെ സംസ്കാരമായിരിക്കും, പണം കൊടുത്ത് ആരെയും എന്തിനേയും വിലക്കെടുക്കാമെന്നുള്ളത്. പക്ഷേ എനിക്കും എൻ്റെ വീട്ടുകാർക്കും അങ്ങനെയൊന്നും അല്ല. നിങ്ങളൊരു മനുഷ്യനാണോ? എന്നെ ഇങ്ങനെ കിണിയിപ്പെടുത്താൻ മാത്രം ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? അവൾ ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. കൂടുതൽ കിടന്ന് വിളയാൻ നോക്കല്ലേ നീ? ഇതുപോലെ എൻ്റെ വീട്ടിൽ വന്ന് എന്നോട് എതിർത്താലുണ്ടല്ലോ, പൊന്നുമോളെ, നിന്നെ ഭിത്തിയിൽ നിന്നും വടിച്ചെടുക്കേണ്ടി വരും. പിന്നെ ഇപ്പോൾ ഇത് എൻ്റെ ആവശ്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ വെറുതെ വിടുന്നത്. എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ എന്നെ എതിർത്താലുണ്ടല്ലോ, അവിടെ നീ എൻ്റെ ഉത്തമയായ ഭാര്യയായിരിക്കണം. അതല്ലാതെ ഈ കോൺട്രാക്റ്റിൻ്റെ കാര്യമോ മറ്റോ നീ ആരോടെങ്കിലും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ. അവൻ വിരൽ ചൂണ്ടി താക്കീതോടെ അവളോട് പറഞ്ഞു. ശേഷം അവളുടെ നേർക്ക് തിരിഞ്ഞ് മുഖം അവളുടെ മുഖത്തോട് അടുപ്പിച്ചു. അവൻ്റെ കണ്ണുകളിൽ കനൽ എരിയുന്നുണ്ടായിരുന്നു. കരയാനല്ലാതെ അവൾക്ക് വേറെ നിവൃത്തിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് കരഞ്ഞു. അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങിപ്പോയി. പണമില്ലെങ്കിലും സന്തോഷത്തിന് ഒരു കുറവും ഇല്ലാത്തൊരു കുഞ്ഞു കുടുംബമായിരുന്നു തൻ്റേത്. അച്ഛൻ്റെയും അമ്മയുടെയും 2 കുറുമ്പിക്കുട്ടികൾ. അതായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും. പണമില്ലെങ്കിലും ഒരിക്കലും ഒരാഗ്രഹത്തിനും എൻ്റെ അമ്മയോ അച്ഛനോ ഞങ്ങൾക്ക് എതിര് നിന്നിരുന്നില്ല. എന്നിട്ടിപ്പോൾ അച്ഛൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന
കൊഞ്ചിച്ചിരുന്ന അച്ഛൻ്റെ മകള് വലിയൊരു തെറ്റ് ചെയ്യാൻ പോകുന്നു. എങ്ങനെയാ അച്ഛാ ഞാനിത് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് നിങ്ങളെ? ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും ഇല്ല. ഇയാൾ എന്തിനിങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇയാളുടെ മകളെ നോക്കാനാണെങ്കിൽ വേലക്കാരിയെ വെച്ച പോരെ. എൻ്റെ ജീവിതം എന്തിനാ തകർക്കുന്നത്? അവൾ ഓരോന്നും ആലോചിച്ചുകൊണ്ട് എപ്പോഴോ മയങ്ങിപ്പോയിരുന്നു. ഇതൊരു സ്വപ്നമായിരുന്നെങ്കിൽ എന്ന് അവൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. ഡി അവൻ്റെ ഒച്ചത്തിലുള്ള വിളി കേട്ടതും അവൾ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഒരു ബ്ലാക്ക് കളർ ഷർട്ടും ബ്ലൂ ജീൻസുമായിരുന്നു അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ മുകളിൽ തുറന്നു കിടക്കുകയാണ്. അതിൽ കൂടി അവൻ്റെ രോമാവൃതമായ നെഞ്ചിൽ ഒട്ടിക്കിടക്കുന്ന സ്വർണ്ണമാലയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നു. നിന്റെ വീട്ടിൽ നിനക്കുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവൻ പറഞ്ഞതും അവൾ ദയനീയമായി അവനെ നോക്കി. അവർ ഒരിക്കലും തന്നെ കണ്ടുപിടിക്കില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. പോലീസ് കേസൊക്കെ കൊടുത്തിട്ടുണ്ട്, ബട്ട് അവരെന്തായാലും നിന്നെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ഇനി കുറച്ചു മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ദേവാൻഷി ശിവകൃഷ്ണൻ, ദേവാൻഷി അഗ്നിദത്താകാൻ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ ഞാനിപ്പോൾ വന്നത് നിന്നോട് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനാ. ഇപ്പോൾ സമയം 5 മണി. 7 മണിയാകുമ്പോൾ ഒരമ്മ നിന്നെ ഒരുക്കാൻ വരും. അപ്പോഴേക്കും കുളിച്ച് ഈ കണ്ണുനീരും മുഖത്തെ ഈ വിഷമമൊക്കെ മാറ്റി സുന്ദരിയായിട്ടിരിക്കണം. വരുന്ന ദേവമ്മയ്ക്ക് ഒരു സംശയവും ഉണ്ടാകരുത്. പിന്നെ ദേവമ്മ എന്തേലും നമ്മുടെ ബന്ധത്തിനെ പറ്റി ചോദിച്ചാൽ നീ എന്ത് പറയും? അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. 5 വർഷമായി നീയും ഞാനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. നിന്റെ പഠിപ്പ് കഴിയട്ടെ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുകയായിരുന്നു നമ്മൾ. നിന്റെ വീട്ടിൽ ഈ ബന്ധത്തിന് സമ്മതമല്ലായിരുന്നു. സോ നീ എൻ്റെ കൂടെ ഇറങ്ങി വന്നു. മനസ്സിലായല്ലോ? അവൻ ദേഷ്യത്തോട് ചോദിച്ചതും അവൾ തലയാട്ടി. ഞാനീ പറഞ്ഞു തന്നതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം നീ അമ്മയോട് പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞ. ദേവമ്മ എന്ത് ചോദിച്ചാലും ഈ വിവാഹം കോൺട്രാക്റ്റ് ആണെന്നോ ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിക്കാൻ പോവുകയാണെന്നോ നിന്റെ വായിൽ നിന്നും വീഴരുത്. വീണാൽ അവൻ കൈ ചൂണ്ടി താക്കീതോടെ അവളോട് പറഞ്ഞു. പിന്നെ ദേവമ്മ മോളെ പറ്റി ചോദിക്കും. അപ്പം നിനക്ക് മോളെ അറിയാമെന്ന് മാത്രമേ പറയാവൂ. കേട്ടോ? അവൾ വീണ്ടും തലയാട്ടി. ശരി, പോയി കുളിക്ക്, അവൻ അവളെ നോക്കി പറഞ്ഞു. ദേവ ഒന്നും മിണ്ടാതെ കട്ടിലിൽ തന്നെ ഇരുന്നു. അവളുടെ മൗനം അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്ന് ആ കവറുകളെടുത്ത് അവളുടെ നേർക്കെറിഞ്ഞു. നോക്കു ദേവാൻഷി, എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്. നീ 9 മണിക്ക് രജിസ്റ്റർ ഓഫീസിൽ എത്തേണ്ടതാ. മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടാൽ നിനക്ക് കൊള്ളാം. ഇല്ലെങ്കിൽ അവൻ വാക്കുകൾ പൂർത്തിയാക്കാതെ അവളെ രൂക്ഷമായി നോക്കി. അവൻ്റെ ആ നോട്ടത്തിൽ വീണ്ടും ഭയം തോന്നിയ ദേവാൻഷി വിറയ്ക്കുന്ന കൈകളോടെ തോർത്തും ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. കുറച്ചു കഴിഞ്ഞതും അവളെ ഒരുക്കാൻ ഒരു സ്ത്രീ വന്നിരുന്നു. ഒരു സിമ്പിൾ ഒഴുക്കൻ സാരിയായിരുന്നു അവരുടെ വേഷം. ഐശ്വര്യം തുളുമ്പുന്ന ആ മുഖത്തേക്ക് അവളൊന്ന് നോക്കി. ഞാൻ ദേവമ്മ, അഗ്നിമോ പറഞ്ഞായിരുന്നോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ആ, അവൾ തലയാട്ടി. സുന്ദരി കുട്ടിയാ മോള്, അവർ അവളെ ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ അവരെ നോക്കി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അഗ്നിമോൻ്റെ മനസ്സിൽ ഇങ്ങനെയൊരു സുന്ദരിക്കുട്ടി ഉണ്ടായിരുന്നു എന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നെങ്കിൽ പിന്നെന്താ ഇതുവരെ വിവാഹം കഴിക്കാഞ്ഞത്? അവർ സംശയത്തോട് ചോദിച്ചു. അത് ഞാൻ പഠിക്കുകയായിരുന്നു. മോൾ എന്ത് പഠിച്ചതാ? BBA. അമ്മയ്ക്ക് അതൊന്നും അറിയില്ല മോളെ. വലിയ പഠിപ്പാണോ അത്? ആ, അത് ഡിഗ്രിയാ. മുത്തശ്ശിയൊക്കെ എപ്പോഴും പറയാം അഗ്നിമോനോട് വിവാഹം കഴിക്കാൻ. അപ്പോഴൊക്കെ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറായിരുന്നു പതിവ്. അതൊക്കെ ഇതുകൊണ്ടാണെന്ന് ഇന്നല്ലേ മനസ്സിലായത്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അയാൾ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലേ? അപ്പോൾ ആ കുട്ടി ആരുടെ ആയിരിക്കും? ദേവമ്മയോട് ചോദിച്ചാലോ? വേണ്ട, അയാൾ അറിഞ്ഞാൽ. അവൾ സ്വയം ചിന്തിച്ചു. മോള് രുദ്രമോളെ കണ്ടിട്ടുണ്ടോ? അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ സംശയത്തോടെ നോക്കി. രുദ്രമോളെ പറ്റി പറഞ്ഞിട്ടില്ലേ അഗ്നിമോൻ? അവർ പറഞ്ഞതും ആ കുട്ടിയെപ്പറ്റി ആയിരിക്കുമെന്ന് അവൾക്ക് തോന്നി. ആ ഉണ്ട്, കുസൃതി കുടിക്കുക, പക്ഷെ ഭയങ്കര സ്നേഹമാണ് അവൾക്ക്, ചാരുമോളെ പോലെ. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചാരുമോളെ അറിയില്ലേ? രുദ്രമോളുടെ അമ്മ. അവർ അവളെ നോക്കി ചോദിച്ചു. അറിയില്ലെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമെന്ന് കരുതി അവൾ അതും അറിയാമെന്ന് തല കുലുക്കി. അയ്യോ, മോളോട് സംസാരിച്ച് വന്ന കാര്യം ഞാൻ മറന്നു. വാ, സാരി ഉടുപ്പിക്കാം. അവർ പറഞ്ഞുകൊണ്ട് അവളെ സാരി ഉടുപ്പിച്ചു. സാരി ഉടുപ്പിച്ചു കഴിഞ്ഞതും ദേവമ്മ അഗ്നിയെ വിളിച്ചു. അഗ്നി മുറിയിലേക്ക് കയറി വന്നതും സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങി നിൽക്കുന്ന അവളെയാണ് കണ്ടത്. അവൻ കണ്ണെടുക്കാതെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ നോട്ടം കണ്ടതും അവൾക്ക് എന്തോ പോലെ തോന്നി. മതി രണ്ടുപേരും കൂടി കണ്ണും കണ്ടു നോക്കിയത്. മുഹൂർത്തത്തിന് മുൻപ് ചെന്ന് താലി കെട്ടിക്കേ, എന്നിട്ട് പെട്ടെന്ന് തന്നെ മോളെയും കൊണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് അഗ്നിക്ക് ബോധം വന്നത്. അവൻ പെട്ടെന്ന് അവളിൽ നിന്നും നോട്ടം പിൻവലിച്ചു. കുറച്ചു കഴിഞ്ഞതും ദേവമ്മ തിരികെ പോയി. അഗ്നി അവളെ കൊണ്ട് കാറിനടുത്തേക്ക് നടന്നു. രുദ്ര ആരുടെ മകളാ? അവൾ കാറിനടുത്തേക്ക് എത്തിയതും അവനോട് ചോദിച്ചു. എൻ്റെ മകളാ രുദ്ര അഗ്നിദത്ത്. അവൻ അവളെ നോക്കി കനപ്പിച്ച് പറഞ്ഞു. ഇനി എന്തേലും അറിയാനുണ്ടോ? അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഇല്ല. എങ്കിൽ പിന്നെ കയറ്. അവൻ ഡോറ് തുറന്നു കൊടുത്തുകൊണ്ട് വീണ്ടും അവളോട് പറഞ്ഞു. അവരുടനെ തന്നെ രജിസ്റ്റർ ഓഫീസിൽ എത്തിയിരുന്നു. അവിടെ അവരെയും കാത്ത് സുന്ദരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അഗ്നി പെട്ടെന്ന് വാ, അടുത്തത് നിങ്ങളാണ്. അവൻ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. വാ.
അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലേക്ക് നടന്നു. അവൾ നിസ്സഹായതയോടെ അവൻ്റെ ഒപ്പവും നടന്നു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ നടന്നു. അവൻ അവളുടെ കഴുത്തിലേക്ക് താലി ചാർത്തി. നിറഞ്ഞ മിഴികളോടെ അവൾ ആ താലിയിലേക്ക് നോക്കി, പിന്നെ അവനെയും. എന്നാൽ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. അവൻ അവളുമായി പുറത്തേക്ക് ഇറങ്ങിയതും പുറത്തു നിൽക്കുന്ന ആളിനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. മുഷിഞ്ഞ ഷർട്ടും മുണ്ടുമായി നിൽക്കുന്ന അയാളെ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അച്ഛൻ, അവൾ പറഞ്ഞു. ദേവാ. അയാൾ ദേഷ്യത്തോടെ വിളിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. അച്ഛാ. അവൾ വിളിച്ചതും അയാൾ അവളെ അടിക്കാനായി കൈയോങ്ങി. അവൾ കണ്ണുകളെ ഇറുക്കി അടച്ചു. എന്നാൽ ഒന്നും സംഭവിക്കാഞ്ഞതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അയാളുടെ കയ്യിൽ പിടിച്ചിരിക്കുകയായിരുന്നു അഗ്നി. ദാ. അയാൾ അവനെ നേരെ തിരിഞ്ഞു. ഒച്ച വെക്കാതെ അമ്മായിയച്ചാ, ഇന്നലെ വരെ ഇവൾ നിങ്ങളുടെ മകളായിരുന്നു. നിങ്ങൾക്ക് തല്ലാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന്, ഈ നിമിഷം മുതൽ ഇവൾ എൻ്റെയാണ്, എൻ്റെ ഭാര്യ ദേവാൻഷി അഗ്നിദത്ത്. ഇനി ഇവളുടെ ദേഹത്ത് ഞാനല്ലാതെ ആരും കൈവെക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. അവൻ ഒരു കൈ കൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് മറുകൈ ചൂണ്ടി താക്കീതോടെ പറഞ്ഞു. തോൽപ്പിച്ച് കളഞ്ഞല്ലോടി നീ ഞങ്ങളെ. അയാൾ നെഞ്ച് തടവിക്കൊണ്ട് പറഞ്ഞു. അച്ഛാ, എനിക്ക് പറയാനുള്ളത്. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വേണ്ട, ഞങ്ങൾക്കിനി ഒന്നും കേൾക്കണ്ട. ഈ കൈകളിൽ ഇട്ടാടി നിന്നെ ഞാൻ വളർത്തിയത്. ഈ കൈ കൊണ്ടാടി ഞാൻ നിന്നെ ഊട്ടിയത്, തലോടിയത്, ഉറക്കിയത്. ഇന്ന് വരെ നുള്ളി നോവിച്ചിട്ടില്ല ഞാൻ ഒന്നിൻ്റെ പേരിലും. എന്നിട്ട് നീ ഞങ്ങളെ ചതിച്ചില്ലേ? ഇനി മേലാൽ ഒന്നും പറഞ്ഞ് നീ എൻ്റെ വീട്ടിൽ വന്നു പോരുത്. ഇന്നു മുതൽ നിനക്ക് അച്ഛനും അമ്മയും കൂടപ്പിറപ്പും ഒന്നുമില്ല. ഇനി ഇവൻ മാത്രം മതി നിനക്ക്, ഇവൻ മാത്രം.